ആഘോഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക എന്താണെന്നറിയോ, പുറത്തേക്ക് ഒന്ന് പോയാലോ, പള്ളിയിലൊന്ന് പോയാലോ, ചർച്ചിലോട്ടൊന്ന് പോയാലോ, അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോയാലോ, അങ്ങനെയൊക്കെ ചിന്തിക്കലുണ്ട് അല്ലേ. സോ അത് അങ്ങനെ പോകുന്ന നിമിഷങ്ങളിൽ ചുറ്റും നമ്മൾ നോക്കുമ്പോൾ, കണ്ണോടിച്ച് നോക്കുമ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് പാവങ്ങൾ കാണാൻ പറ്റും അല്ലേ. അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, മോളെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിലും ഒന്ന് തരണേന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം നോക്കണത് നമ്മളെ പേഴ്സിൽ 1 രൂപയോ 2 രൂപയുടെ തുട്ടുണ്ടോ എന്നാണ് നോക്കണേ. ഞാൻ പറയണത് ശരിയല്ലേ? ചിലർ നോക്കുമ്പോൾ 5 രൂപ കിട്ടുമ്പോൾ ഒരു വലിയ ഗമയ്ക്ക് കൊടുത്തിട്ട് ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന രീതിയിൽ നടന്നു പോവുകയും ചെയ്യും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവർ നിൽക്കുന്ന അവസ്ഥ നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിനും അപ്പുറമാണ്. നമുക്കൊന്നും അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റത്തില്ല അല്ലേ. സോ അവർക്ക് പടച്ചവൻ കൊടുക്കാതെ പരീക്ഷിച്ചു, നമുക്ക് തന്നുകൊണ്ട് പരീക്ഷിച്ചെങ്കിൽ ആ സമ്പാദ്യത്തിൻ്റെ ഓരോ അളവിലും ഓരോ അണുവിലും നാളെ ഒരു ചോദ്യം വരുന്നുണ്ട്. നിനക്ക് തന്നത് നീ എന്തിനു വേണ്ടി യൂസ് ചെയ്തു എന്ന് അള്ളാഹു ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. സോ നമ്മളെ കയ്യിലുള്ളതിനെ ഉള്ളതിൽ നിന്നും ഏറ്റവും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ തുക വർദ്ധിപ്പിച്ച് കൊടുക്കാൻ നമുക്കൊന്ന് പഠിച്ചാൽ എന്താ. എക്സാമ്പിൾ, ഞാനിപ്പോൾ 10 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ 200-300 ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 100 രൂപ കൊടുത്താൽ എനിക്കെന്താ അല്ലേ. എനിക്ക് ആ 100 രൂപ പടച്ചോൻ ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് അള്ളാഹു ചിലപ്പോൾ 1000 തിരിച്ചു തരും അല്ലേ. കൊടുക്കുന്നതിൻ്റെ റിട്ടേൺസ് എന്തായാലും കിട്ടും. പക്ഷേ ആ 100 രൂപ വാങ്ങുന്ന പാവപ്പെട്ട ആ മനുഷ്യനില്ലേ, ആ ഒരു ദിവസത്തെ ആഹാരത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ വിലയായിടോ. സോ നമ്മൾ ആ ഒരു ദിവസം മുഴുവൻ ആ പാവപ്പെട്ട മനുഷ്യനെ പട്ടിണിയില്ലാതെ കാത്ത് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആസ് എ ഹ്യൂമൻ ബീയിങ് ഇതൊക്കെയല്ലേ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ വിശപ്പ് നമ്മൾ കാരണം മാറുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തോരം വലിയൊരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ് അല്ലേ. സോ നമ്മുടെ മുമ്പിൽ വരുന്നവർക്ക് ഈ നാണയത്തൊട്ടുകൾ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് നമ്മളെ കയ്യിലുള്ളതിൻ്റെ ഏറ്റവും വലിയ തുക എന്തോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തോ നിറഞ്ഞ മനസ്സോടുകൂടി അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതൊരു 100 രൂപയാണെങ്കിൽ 100 രൂപ, ഇനിയിപ്പോൾ 500 രൂപ കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അത് നിറഞ്ഞ മനസ്സോടുകൂടെ ചിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന ഒരു തിളക്കില്ലേ, അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാലുണ്ടല്ലോ, ആ ഒരു വൈബ്രേഷൻ നമുക്കുള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പരിപാടി വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും. സോ നമ്മൾ ജീവിക്കുന്ന ആ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവും. നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷിക്കുകയാണ്, അതിലും വലിയൊരു സൽക്കർമ്മമില്ല. സോ കൊടുക്കുന്നവരും നമ്മൾ വളരുക തന്നെ ചെയ്യും. പണ്ടുള്ള ഉമ്മമാർ പറയാണ്ട്, കോരുന്ന കിണറിലെ വെള്ളം വീണ്ടും വീണ്ടും അധികരിച്ച് വരുള്ളൂ എന്ന് പറയും. സോ കൊടുക്കേണ്ടവർക്ക്, അർഹതപ്പെട്ടവർക്ക്, ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, അർഹതപ്പെട്ടവർക്ക്, ചൂഷണം ചെയ്യുന്നവർക്കല്ല കേട്ടോ. ആ ഒരു സമ്പത്തിന് അർഹതപ്പെട്ടവർ ഒരിക്കലും ഡിമാൻഡ് ചെയ്യത്തില്ല. എനിക്ക് അത്ര വേണം ഇത്ര വേണം ആ പാവങ്ങൾ ചോദിക്കത്തില്ല. അവർക്ക് 10 രൂപ കൊടുത്താൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ചിരിച്ചിരിക്കുന്ന ഒരു പാവങ്ങളില്ലേ, പള്ളി നടകളിലൊക്കെ പോയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ക്ഷേത്രത്തിൻ്റെ വക്കിലൊക്കെ പോയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചർച്ചിൻ്റെ നടയിലൊക്കെ പോയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു 5 രൂപ കൊടുത്താൽ പോലും ചിരിച്ചുകൊണ്ട് മടങ്ങി പോകുന്ന സാധുക്കൾ, ആ സാധുക്കൾക്ക് 100 രൂപ കൊടുത്ത് പഠിക്കാടോ.